കൊച്ചിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ ആൾ പിടിയിൽ. കണ്ടെയ്നർ കവർച്ചാ സംഘമെന്ന സംശയത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. സജോ ദേവസ്യ നമുക്കൊപ്പം. സജോ ദേവസ്യ, ചാടിപ്പോയ ആളെ എവിടെ നിന്നാണ് കിട്ടിയത്? ഇനിയും ചാടിപ്പോകാതിരിക്കാനുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? സുജയ, രാവിലെയാണ് ഈ സംഘത്തെ പോലീസ് പിടികൂടിയത്. കവർച്ചാ സംഘമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കണ്ടെയ്നർ ലോറിയിൽ വരികയായിരുന്ന സംഘത്തെ തടഞ്ഞു വെക്കുകയും പിന്നീട് കണ്ടെയ്നർ ലോറിയും 3 പേരെയും പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അതിനിടെയാണ് ഈ ചാടിപ്പോയ വ്യക്തി പോലീസിനോട് പറഞ്ഞത് തനിക്ക് ശുചിമുറിയിൽ പോകണം എന്നാവശ്യപ്പെട്ടു. പോലീസ് ശുചിമുറി അനുവദിച്ചു. അങ്ങനെ ശുചിമുറിയിൽ കയറി വാതിലടച്ച ഇയാൾ ശുചിമുറിയുടെ വിൻഡോ തകർത്ത് അതുവഴി പുറത്തേക്ക് ചാടി ഈ പനങ്ങാട് സ്റ്റേഷന്റെ പിൻഭാഗത്തുകൂടിയും കുഫോസിന്റെ ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. അവിടെ ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരുന്ന നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് അവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീട് ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുകയും ഈ സ്ഥലത്ത് എത്തുകയും ഇയാളെ കസ്റ്റഡിയെടുക്കുകയും അല്പസമയം മുൻപ് പനങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് രഹസ്യ വിവരമാണ് പോലീസിന് കിട്ടിയത്. തമിഴ്നാട് പോലീസാണ് ഈ മുന്നറിയിപ്പ് കേരള പോലീസിന് നൽകിയത്. തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്ന് ഒരു വാഹനം, ഒരു കാർ മോഷ്ടിച്ച സംഘം ഇവരാണ് എന്നതാണ് നിഗമനം. അങ്ങനെ കണ്ടെയ്നർ ലോറിയിൽ വരിക, പിന്നീട് കാറുകൾ മോഷ്ടിക്കുക, ആ മോഷ്ടിച്ച കാർ ഉപയോഗിച്ച് പിന്നീട് പല മോഷണ കൃത്യങ്ങളും ചെയ്യുക എന്നതാണ് ഇവിടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്താണ് സംശയം. ഹരിയാനയിലെ കുപ്രസിദ്ധ മേവത് ഗ്യാങ്ങിന് സമാനമായ കവർച്ച ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന സംഘമാണ് ഇത് എന്ന സംശയവുമുണ്ട്. അതായത് മേവാത്തിൽ ഒരാൾ ഹരിയാന സ്വദേശിയാണ് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വിവരം ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ കണ്ടെയ്നർ ലോറിയിൽ സൗത്ത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുക, കാറുകൾ മോഷ്ടിക്കുക, ആ മോഷ്ടിച്ച കാർ ഉപയോഗിച്ച് പിന്നീട് മറ്റിടങ്ങളിൽ പോയി കൂടുതൽ കവർച്ച നടത്തുക തുടങ്ങിയവയാണ് ഇവരുടെ ഒരു രീതി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതേസമയം ഈ കണ്ടെയ്നർ തുറന്ന് പരിശോധിച്ചപ്പോൾ കാർ കിട്ടിയില്ല. പക്ഷേ കാർ ഒരുപക്ഷെ വഴിയിൽ യാത്രാമധ്യേ എവിടെയെങ്കിലും ഇറക്കിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ഒരു ഗ്യാസ് കട്ടർ കിട്ടിയിട്ടുണ്ട്. ആ ഗ്യാസ് കട്ടർ സ്വാഭാവികമായും സാധാരണഗതിയിൽ ഒരു കണ്ടെയ്നർ ലോറിയിൽ ഉണ്ടാവേണ്ടതല്ല. രാജസ്ഥാനിൽ നിന്നുള്ള കണ്ടെയ്നറാണ്, രാജസ്ഥാൻ സ്വദേശികളാണ്. രാജസ്ഥാനിൽ നിന്നുള്ള ഈ കണ്ടെയ്നറുമായി ഈ രജിസ്ട്രേഷൻ രാജസ്ഥാനാണ്. ഇവർ കേരളത്തിൽ കറങ്ങിക്കൊണ്ടിരുന്ന സംഘമാണോ അതോ ദക്ഷിണേന്ത്യ മുഴുവൻ ഒരു കവർച്ചാ സംഘമായി പ്രവർത്തിക്കുകയായിരുന്നോ? ഇവരുടെ ഒരു യാത്രാ രീതി എങ്ങനെയായിരുന്നു? സുജയ, നമ്മൾ പോലീസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇവർ കേരളത്തിൽ മാത്രമല്ല, ഈ കണ്ടെയ്നർ ലോറി തന്നെ തമിഴ്നാട് വഴി സഞ്ചരിച്ച് വന്നതാണ്. അതായത് ഊട്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒടുവിൽ എത്തിയതാണ് എന്നതാണ് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സൗത്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് കവർച്ച ആസൂത്രണം ചെയ്യുകയാണ് ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതായത് കൃഷ്ണഗിരി ജില്ലയിൽ നിന്ന്, തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിൽ നിന്ന് ഒരു മാരുതി എക്കോ കാർ മോഷണം പോയിരുന്നു. ആ സമയത്ത് തന്നെ ഒരു കണ്ടെയ്നർ അതുവഴി കടന്നു പോവുകയും അതിൽ നിന്ന് ഒരാൾ താഴേക്ക് ചാടുകയും ചെയ്യുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നറിൽ എത്തിയ സംഘമാകാം ഈ കാർ മോഷ്ടിച്ചതെന്നാണ് CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് പോലീസ് സ്ഥിരീകരിക്കുന്ന ഒരു കാര്യം. ആ കാറുമായി അവിടെ നിന്ന് ഈ സംഘം കടന്നു കളഞ്ഞു. അവർ പിന്നീട് കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. ഇങ്ങനെ അതായത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കാറുകളും മറ്റും മോഷ്ടിക്കുക, അതുപയോഗിച്ച് മറ്റ് ഇടങ്ങളിലും അവിടെ നിന്ന് ഏറെ അകലെയുള്ള അല്ലെങ്കിൽ വേറെ സംസ്ഥാനത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ വിവിധ ഇടങ്ങൾ ഒപ്പം രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിലൂടെയും ഉണ്ടാകണം എന്ന് അനുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ തമിഴ്നാട് പോലീസ് തന്നെ നൽകിയ മുന്നറിയിപ്പ് നോട്ടീസിൽ പറയുന്ന കാര്യം തന്നെ ഈ മേവാത് സംഘത്തിന് സമാനമായി ATM കവർച്ച അടക്കം നടത്തുന്ന സംഘമാണിത് എന്ന് സംശയിക്കേണ്ടി വരും എന്നതാണ് അതിൽ പറയുന്ന മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ കാർ നമ്പറുകൾ അടക്കം നൽകിയിരുന്നു. മോഷണം പോയ കാറുകളുടെ നമ്പർ, ഒപ്പം ഈ കണ്ടെയ്നർ ലോറിയുടെ അടക്കം നമ്പറുകളും ലഭ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘത്തെ പിടികൂടി അവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അവർ ഹിന്ദിയിൽ ചോദിക്കുമ്പോൾ അവർ അവരുടെ പ്രാദേശിക ഭാഷയിലും മറ്റും പ്രതികരണം പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അതിനിടെയാണ് ഒരാൾ ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ശുചിമുറിയുടെ വിൻഡോ വഴി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചത്. അയാളെയാണ് വീണ്ടും പിടികൂടി തിരിച്ചെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും മറ്റൊന്നും മറക്കാനില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുകയില്ല. അപ്പോൾ അവർ ആ നിലയ്ക്കുള്ള ബന്ധം ഉണ്ടാകണം എന്ന് ഈ ഘട്ടത്തിൽ അനുമാനിക്കണം. അവർ കവർച്ചാ സംഘം ആണോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ബന്ധങ്ങൾ എന്തെല്ലാമാണ് എന്നത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് പോലീസ് പോയില്ലെങ്കിലും സംശയം ബലപ്പെടുത്തുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അസാധാരണമാം വിധം ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയുടെ വിൻഡോ തകർത്ത
ബാത്റൂമിൽ പോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അത് അങ്ങനെ അത്യാവശ്യമാണ് എന്ന് ധരിപ്പിച്ച് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പോവുകയും ആ സാധ്യത ആ വിൻഡോ തകർത്ത് അതുവഴി ഓടി രക്ഷപ്പെടുകയുമാണ് ഈ മൂന്നാമൻ ചെയ്തത്. ഇപ്പോൾ 3 പേരും പനങ്ങാട് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക. ഈ കണ്ടെയ്നറിൽ നിന്ന് മറ്റ് കൂടുതൽ സംശയകരമായ കാര്യങ്ങൾ, അതായത് കാർ ഉൾപ്പെടെയുള്ളവ കിട്ടും എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. അത് പക്ഷേ ഉണ്ടായില്ല. അങ്ങനെ കാർ ഇവരാണ് ആ സംഘമെങ്കിൽ ആ കാർ അവർ എവിടെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ എവിടെ വിറ്റു, എവിടെയാണ് അവർ അത് ഒളിപ്പിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തണം. ഒപ്പം ഈ സംഘത്തിന്റെ മറ്റ് ലക്ഷ്യങ്ങൾ എന്തായിരുന്നു, ഈ യാത്രാ വഴിയുടെ ലക്ഷ്യം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അവരെ വിശദമായി ചോദ്യം ചെയ്യുന്നു. പക്ഷേ പൂർണ്ണമായും ഈ സംഘം സഹകരിച്ചിട്ടില്ല അന്വേഷണ സംഘവുമായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ തമിഴ്നാട് പോലീസ് നൽകിയ വിവരം, ആ മുന്നറിയിപ്പ് തന്നെ പരിശോധിച്ചാൽ തൃശ്ശൂരിലെ ATM മോഷണത്തിൽ മേവത് ഗലാട്ട സംഘം എത്തിയിരുന്നു എന്നത് സംബന്ധിച്ചുള്ള സൂചനകളും വിവരങ്ങളും ഒക്കെ ആ ഘട്ടത്തിൽ പുറത്തു വരികയും അന്വേഷണവും ഒക്കെ നടന്നതാണ്. അതിൻ്റെ ഒരു ശൈലി നമ്മൾ കണ്ടതുമാണ്. ആ ഘട്ടത്തിൽ ആ വിവരങ്ങളൊക്കെ പോലീസിൽ നിന്ന് പുറത്തു വന്നതുമാണ്. സമാന രൂപത്തിലുള്ള ATM മോഷണം, കാർ മോഷണം തുടങ്ങിയ വലിയ കവർച്ചകൾ ആസൂത്രണം ചെയ്യുക, അതിനുവേണ്ടി കണ്ടെയ്നർ ലോറി ഉപയോഗിക്കുന്നത് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള കണ്ടെയ്നർ ലോറിയാണ്. സമാനമായ നോർത്ത് ഇന്ത്യൻ ഈ കവർച്ചാ സംഘത്തിന്റെ ഒരു ശൈലി പിന്തുടരുന്നവരാണോ, അത് ഈ മേവത് ഗ്യാങ്ങിന്റെ ശൈലിയാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ നിന്നുള്ള വ്യക്തമായ സൂചനകളുണ്ട്. ഒപ്പം തമിഴ്നാട് പോലീസ് നൽകിയിട്ടുള്ള വിവരങ്ങൾ കൂടി കൂടുതൽ പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. സുജയ, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നറിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തപ്പോൾ ചാടിപ്പോയ ആൾ കവർച്ചാ സംഘമാണ്. ഇത് വലിയൊരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം കൂടിയാണ് സജോ ദേവസ്യ. ഇങ്ങനെയുള്ള സംഘങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ചും കൊച്ചിയിൽ പിടിമുറുക്കുന്നു എന്നത്, ഇവർ കവർന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മോഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ ഇതിനകം ചെയ്ത് തീർത്തിട്ടുണ്ടാകുമല്ലോ. കേരളത്തിൽ എത്തിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എന്നത് പോലീസിന് ആ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സുജയ, ഇക്കാര്യത്തിൽ ഈ മുന്നറിയിപ്പുകൾ, അതായത് ഈ രഹസ്യ വിവരം ഒപ്പം തമിഴ്നാട് പോലീസിന്റെ മുന്നറിയിപ്പുകൾ, ഈ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനം കേരളത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ട്രേസ് ചെയ്യൽ ആരംഭിച്ചത്. ഏതായാലും അവർ അതിന് മുന്നേ കേരളത്തിൽ എത്തിയിരുന്നു എന്ന കാര്യം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ രജിസ്ട്രേഷൻ നമ്പർ, ഈ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവയാണ് പോലീസിന് ആ ഘട്ടത്തിൽ ലഭിച്ചത്. അതുപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് നെട്ടൂരിൽ നിന്ന് ഈ വാഹനം പിടികൂടാൻ കഴിഞ്ഞത്. അപ്പോൾ മറ്റിടങ്ങളിൽ അതിന്റെ സഞ്ചാരപഥമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഈ കൃഷ്ണഗിരിയിലെ മോഷണം നടന്ന സമയം വെച്ച് നോക്കുമ്പോൾ കൂടുതൽ സമയം അവർ കഴിഞ്ഞ 14-ാം തീയതിയാണ് ഈ കൃഷ്ണഗിരിയിലെ മോഷണം നടന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ചാടിപ്പോയ സംഘത്തിൽ ഉണ്ടായിരുന്ന 3ാമത്തെ ആളും പിടിയിലായിരിക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? കണ്ടെയ്നർ കവർച്ചാ സംഘത്തിന്റെ മോഡസ് ഓപ്പറാൻഡി എന്തായിരുന്നു? കൊച്ചിയിൽ കവർച്ചകൾ നടത്തിയോ? അതടക്കം പുറത്തേക്ക് വരാനിരിക്കുന്നു. വികസിക്കുന്ന വാർത്തയാണ്. വിവരങ്ങളുമായി സജോ നമുക്കൊപ്പം വീണ്ടും എത്തും.